ജാതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദുത്വ പ്രോജക്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയിലെ ഹിന്ദുത്വ പ്രോജക്റ്റിനെ അടിവേറിളക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ജാതി സെൻസസ് എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പാഞ്ചജന്യം എന്ന് പറയുന്ന RSSൻ്റെ വാരികയാണ്. 1942 മറ്റോ തുടങ്ങിയ വാരികയാണ്. ഇപ്പോൾ അടൽ ബിഹാരി വാജ്പേയി, KL മൽക്കാനി പോലെയുള്ള പ്രസിദ്ധരായ ആളുകൾ പത്രാധിപരായി നിന്നിട്ടുള്ള വാരികയാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ പത്രാധിപർ ഹിതേഷ് ശങ്കർ, അദ്ദേഹം ഇത് എഡിറ്റോറിയലാണിത്. ആ എഡിറ്റോറിയലിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ലോക്സഭയിൽ നമ്മുടെ മിനിസ്റ്റർ ഉണ്ടല്ലോ അനുരാഗ് ഠാക്കൂർ കഴിഞ്ഞ ആഴ്ച രാഹുൽ ഗാന്ധിയുടെ ജാതി ഏതാണെന്ന് ചോദിച്ചല്ലോ. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എഡിറ്റോറിയലിൻ്റെ ഒരു ക്രക്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ യൂണിഫൈങ് ഫോഴ്സ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഇന്ത്യൻ ജനതയെ യൂണിഫൈ ചെയ്യുന്ന, അവരെ ഐക്യപ്പെടുത്തുന്ന ഒരു ചരടാണ് ജാതി എന്ന് പറയുന്നത്. അപ്പോൾ ആ ജാതിക്കെതിരെ ആരാണ് കുഴപ്പമുണ്ടാക്കിയത്? ജാതിക്കെതിരെ അലമ്പുണ്ടാക്കിയത് ഒന്ന് മുഗളന്മാരാണ്. മുഗളന്മാർക്ക് അറിയാൻ പാടുണ്ടായില്ല ഇതെന്താ ഈ സാധനം. അവർ വാളുകൊണ്ട് ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പിന്നെ മിഷണറിമാർ സേവ കൊണ്ടും സുധാർ കൊണ്ടും, സേവ എന്ന് പറഞ്ഞാൽ സർവീസ്, സുധാർ എന്ന് പറഞ്ഞാൽ റീഫോം. അപ്പോൾ സേവ കൊണ്ടും സുധാർ കൊണ്ടും ജാതിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ആക്ച്വലി ജാതി എന്ന് പറയുന്നത് പിന്നെ ഹിന്ദു ഡിഗ്നിറ്റി, ഹിന്ദു റെസ്പോൺസിബിലിറ്റി, ഹിന്ദു ഫ്രട്ടേണിറ്റി, ഒരു വാക്കുകൂടെ പറയുന്നുണ്ട്. ഈ സംഗതി ഇതിനെ റിവോൾവ് ചെയ്തുകൊണ്ടിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സാമൂഹിക സ്ഥാപനമാണ് ജാതി. അത് ഹിന്ദു ഡിഗ്നിറ്റിയെ നിലനിർത്തുന്നത്, ഹിന്ദു റെസ്പോൺസിബിലിറ്റിയെ നിലനിർത്തുന്നത്, ഹിന്ദു പ്രൈഡിനെ നിലനിർത്തുന്നത്, ഹിന്ദു ഫ്രട്ടേണിറ്റിയെ നിലനിർത്തുന്നത്, ഇതെല്ലാം എന്താണ്? ജാതിയിലൂടെയാണ്. എന്തുകൊണ്ടാണ് ബംഗാളിലെ വ്യൂവേഴ്സ് മാഞ്ചസ്റ്ററിലെ ഏറ്റവും മികച്ച മില്ലിൽ നിന്ന് പുറത്തിറങ്ങുന്ന പ്രോഡക്റ്റിനേക്കാൾ മികച്ച പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ ബംഗാളിലെ നെയ്ത്തുകാർക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് തലമുറയായി ഈ ജാതിയിലൂടെ കൈമാറി വന്നിട്ടുള്ള നൈപുണികളുടെ കൈമാറ്റം കൊണ്ടാണ്. അത് പറയുന്നത് ജാതി എന്ന് പറയുന്ന അടിസ്ഥാനപരമായി നൈപുണികളുടെ പ്രിസർവേഷനും അതിൻ്റെ സംരക്ഷണത്തിനും അതിൻ്റെ കൈമാറ്റത്തിനും വേണ്ടി ഉണ്ടാക്കിയുള്ളൊരു സംവിധാനമാണ്. അതാണ് ഇന്ത്യയെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഹിന്ദു ഐഡൻറ്റിറ്റിയുടെയും ഹിന്ദു പ്രൈഡിൻ്റെയും ഹിന്ദു റെസ്പോൺസിബിലിറ്റിയുടെയും ഹിന്ദു ഫ്രട്ടേണിറ്റിയുടെയും ഭാഗമാണത്. അപ്പോൾ അതിനെതിരെയാണ് കോൺഗ്രസ് സംസാരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ പോയി പിന്നെ എവിടെ എത്തുന്നു എന്ന് ചോദിച്ചാൽ ആ കോൺഗ്രസിൻ്റെ ഈ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ജാതി സെൻസസ് എന്ന വാദം കോൺഗ്രസ് ഉയർത്തുന്നത്. ഇത്രയാണ് ആ എഡിറ്റോറിയലിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് ജാതി എന്ന് പറയുന്നത് നിങ്ങളീ പറയുന്ന ഒരു അലമ്പ് പരിപാടിയൊന്നുമല്ല, അത് വളരെ ഉഷാറ് പരിപാടിയാണ് എന്ന അഭിപ്രായമുള്ള ആളുകൾ ഇന്ത്യയിലെമ്പാടുമുണ്ട്. ഇന്ത്യയിലെമ്പാടുണ്ടെന്ന് പറഞ്ഞാൽ ഗാന്ധിജിക്ക് പോലും ആ അഭിപ്രായം ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം. ഗാന്ധിജിയും അംബേദ്കറും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഫ്ലിക്റ്റ് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ ജാതിയോടുള്ള സമീപനവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അംബേദ്കർ ഈ ഗാന്ധിജി ജാതി അടിസ്ഥാനപരമായി തെറ്റല്ല എന്ന് വിചാരിക്കുന്ന ആളാണ്. അദ്ദേഹം അൺടച്ചബിലിറ്റിയൊക്കെ എതിർത്തിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി ജാതി തെറ്റല്ല. ജാതി ഈ പറഞ്ഞ മാതിരി ഇന്ത്യയുടെ അതൊരു ഡിവിഷൻ ഓഫ് ലാബറിൻ്റെ ഭാഗമാണ്, ഇന്ത്യൻ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണെന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാളാണ്. ജാതി നിർമൂലനം, അനൈലേഷൻ ഓഫ് കാസ്റ്റ് എന്നുള്ളതല്ല, ഇതിൻ്റെ ഒരു റിഫോമാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയം. നേരെ വെച്ച് അംബേദ്കർ എന്താണ്? അനൈലേഷൻ ഓഫ് കാസ്റ്റാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അനൈലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന അംബേദ്കറുടെ പ്രസിദ്ധമായ പുസ്തകമില്ലേ രശ്മ? ആ പുസ്തകത്തിനൊരു കഥയുണ്ട് കേട്ടോ. 1936 ലാഹോറിൽ ജാത് പത് തോഡ യോജന എന്നെന്തോ പറഞ്ഞിട്ടൊരു സംഘടന, ഒരു റിഫോമിസ്റ്റ് ഓർഗനൈസേഷനാണ്. അവർ ഒരു ജാതി വിരുദ്ധ സമ്മേളനം സംഘടിപ്പിക്കുകയാണ് ലാഹോറിൽ. അപ്പോൾ അതിൽ പ്രഭാഷകനായിട്ട് അംബേദ്കറെ വിളിക്കുന്നു. അംബേദ്കർ അദ്ദേഹം നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രഭാഷണം വളരെ നേരത്തെ അവർക്ക് അയച്ചു കൊടുക്കുന്നു. ആ പ്രഭാഷണം വായിച്ചു നോക്കി ഇതിൻ്റെ സംഘാടകർ അയ്യോ ഈ പ്രഭാഷണം ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അംബേദ്കർക്ക് മറുപടി അയക്കുന്നു. അംബേദ്കർ അവർക്ക് എഗൻ കത്തയക്കുന്നു. അതിനകത്തൊരു കോമ പോലും മാറ്റാൻ ഞാൻ സന്നദ്ധനല്ല എന്ന് പറയുന്നു. അവസാനം അവരെ സമ്മേളനം ക്യാൻസൽ ചെയ്യുന്നു. ഈ സമ്മേളനം ആരാണെന്നറിയോ? ജാതി നിർമൂലനം, ജാതിക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അവർക്ക് പോലും അതിൽ പേടിയുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആ പ്രഭാഷണം പിന്നീട് പുസ്തകമാക്കുകയാണ്. അതാണ് ലോകപ്രശസ്തമായ അനൈലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ അന്ന് ഗാന്ധിജി ഇതിൽ ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ ഹരിജൻ മാസികയിൽ എഴുതുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ സംഘടന ചെയ്ത് ശരിയായില്ല, ഇങ്ങനെ പ്രസംഗിക്കാൻ വിളിച്ചിട്ട് പിന്നെ അത് വേണ്ടെന്ന് പറയാൻ ശരിയായില്ല. പക്ഷേ അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ
ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് സാധനം നേരത്തെ ഇന്ത്യയിലുള്ളതാണ്. ജാതി എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്, നമ്മളതിനെ അങ്ങനെ കാണേണ്ടതില്ല എന്ന് അഭിപ്രായമുള്ള ആൾ. മുമ്പൊരിക്കലും നമ്മുടെ മീഡിയ വണ്ണിൽ ഒരു ഷോയിൽ, കേരള സമ്മിറ്റാണ് സ്പെഷ്യൽ എഡിഷൻ, എനിക്ക് അത്ര ഓർമ്മയില്ല, ജാതിയുമായി ബന്ധപ്പെട്ടൊരു ഇതാണ്, ഷോയാണ്. അതിനകത്ത് യോഗക്ഷേമ സഭയുടെ പ്രതിനിധി വന്നിട്ട് പറയാണ്, നിങ്ങൾ എന്തിനാണ് ജാതി ഇങ്ങനെയൊക്കെ ചെയ്ത് പറയണത്? ഇപ്പം നിങ്ങൾ ഭയങ്കര പ്രശ്നമായിട്ട് ഇത് പറയുന്നുണ്ട്, അയിത്തം, ഉയർന്ന ജാതിക്കാർ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ശബ്ദം ഉണ്ടാക്കും, ആ ശബ്ദം കേൾക്കുമ്പോൾ താഴ്ന്ന ജാതിക്കാരൊക്കെ മാറിക്കൊടുക്കണം എന്നത് ഭയങ്കര പ്രശ്നമാണ്. ഇന്ന് നോക്കിയേ, ഇന്ന് മുഖ്യമന്ത്രി വരുമ്പോൾ ഇത് ഇങ്ങനെ അടിക്കുന്നില്ലേ, ബീക്കൺ അടിച്ച് സൈറൺ അടിച്ച് നിങ്ങളൊക്കെ മാറിയിരിക്കുന്നില്ലേ, അതേമാതിരിയുള്ള സംഗതി മാത്രമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ബീക്കണും സൈറണൊന്നുമില്ല അന്ന് ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ എന്ന് നമ്മുടെ ഷോയിൽ ഈ യോഗക്ഷേമ സഭയുടെ ഒരാൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ജാതിയെ മിനിമലൈസ് ചെയ്യുന്ന റിഡക്ഷനിസ്റ്റ് അപ്രോച്ച് സ്വീകരിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാൾ മഹാത്മാഗാന്ധി തന്നെയാണ്. അതുകൂടെ മനസ്സിലാക്കണം. ഇപ്പോൾ അംബേദ്കറേറ്റുകളും ഗാന്ധിയും തമ്മിലുള്ള ഏറ്റവും വലിയ സംഘർഷം എന്താണ്? ഈ ജാതിയോടുള്ള സമീപനം എന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ RSS ഇതിലൊരു കുടുക്കിൽ പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ എഡിറ്റോറിയൽ സമാപിക്കുന്നത് എങ്ങനെയാണ്? ജാതി സെൻസസിനെ എതിർത്തുകൊണ്ടാണ്, ജാതി സെൻസസിനെതിരെ സംസാരിച്ചുകൊണ്ടാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, BJP അല്ലെങ്കിൽ RSS ഇന്ന് വരെ ജാതി സെൻസസിനെതിരെ ഔദ്യോഗികമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഇവരുടെ ജാതി സെൻസസ് എന്നുള്ള ആവശ്യം വന്നപ്പോൾ ഇവരുടെ വിദർഭ മേഖലയിലെ പ്രധാനപ്പെട്ട നേതാവ് അതിനെതിരെ സംസാരിച്ചു, RSSൻ്റെ. അതിനെ തിരുത്തിക്കൊണ്ട് RSSൻ്റെ ദേശീയ മീഡിയ കൺവീനർ സുനിൽ അംബേദ്കർ കഴിഞ്ഞ ഡിസംബറിൽ ഒരു പ്രസ്താവന ഇറക്കുന്നുണ്ട്, ഞങ്ങൾ ജാതി സെൻസസിനെതിരല്ല എന്ന് പറഞ്ഞിട്ട്. ഇനി വേറൊരു കാര്യം, ഇന്ത്യയിൽ ജാതി സെൻസസ് നടപ്പിലാക്കിയത് എവിടെയാണ്? ബീഹാറിൽ നടപ്പിലാക്കിയപ്പോൾ ആരാണ് ക്ലെയിമുമായി വന്നത്? BJP ആണ്. ഞങ്ങൾ പറഞ്ഞിട്ടാണ് നടപ്പിലാക്കിയത്, ഞങ്ങൾ കൂടെ അതിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. BJP ഇതുവരെ ഔദ്യോഗികമായി ജാതി സെൻസസിനെ എതിർത്തിട്ടില്ല. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നാഗ്പൂരിൽ വിദ്യാർത്ഥികളുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ മോഹൻ ഭാഗവത് ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. അദ്ദേഹം അതിൽ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൽ ഭാജന്യത്തിൻ്റെ എഡിറ്റോറിയൽ എന്താ പറയുന്നത്, ഈ ജാതി വസ്തുക്കളിൽ പറയണ ഒരു കുഴപ്പം പിടിച്ച സാധനമൊന്നും ആയിരുന്നില്ല, അത് നൈപുണികളുടെ കൈമാറ്റത്തിന് വേണ്ടി, നൈപുണികളുടെ സംരക്ഷണത്തിനും കൈമാറ്റത്തിനും വേണ്ടിയിട്ടുള്ള വളരെ ശാസ്ത്രീയമായ ഒരു സംവിധാനം എന്നാണ്. മോഹൻ ഭാഗവത് എന്താ പറയുന്നത് അറിയോ? 2000 വർഷക്കാലം ജാതിയുടെ പേരിൽ ഒരുപാട് ആളുകൾ അസ്പൃശ്യരായി, മൃഗതുല്യം അവരെ പരിഗണിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നു, അത് കോമ്പൻസേറ്റ് ചെയ്യുവാൻ ഒരു 200 വർഷം കൂടെ റിസർവേഷൻ തുടരുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഞാനതിനെ പിന്തുണക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ആക്ച്വലി RSSൻ്റെ നിലപാട്? ജാതി പീഡനം ഉണ്ടായിട്ടില്ലെന്നാണോ, ഉണ്ടായിട്ടുണ്ടെന്നാണോ? പാചജന്യം പറയുന്നു അത് ഹിന്ദു പ്രൈഡിൻ്റെ, ഹിന്ദു ഐഡൻറ്റിറ്റിയുടെ, ഹിന്ദു ഫ്രട്ടേണിറ്റിയുടെ ഒക്കെ ഭാഗമാണെന്ന്. മോഹൻ ഭാഗവത് പറയുന്നു മനുഷ്യരെ മൃഗതുല്യം 2000 വർഷം, ചില്ലറ കാലമല്ല കേട്ടോ, 2000 വർഷം മനുഷ്യരെ മൃഗതുല്യം പരിഗണിച്ചൊരു സംവിധാനമാണ് ജാതി എന്ന് പറയുന്നത്. ബീഹാറിലെ BJP പറയുന്നു ഞങ്ങളാണ് ഈ ജാതി സെൻസസിന് ആവശ്യം ഉന്നയിച്ചത്, ഞങ്ങളാണ് നടപ്പിലാക്കിയത്, ഞങ്ങളുടെ പിന്തുണയിലാണ് നടന്നത്. പാചജന്യം പറയുന്നു ഈ ജാതി സെൻസസ് എന്ന് പറയുന്നത് രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടിയിട്ടുള്ള മുഗളന്മാരുടെയും മിഷണറിമാരുടെയും ആശയം കടമെടുത്തുകൊണ്ട് കോൺഗ്രസ് പറയുന്നതാണ്. അപ്പോൾ RSSന് ജാതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദുത്വ പ്രോജക്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയിലെ ഹിന്ദുത്വ പ്രോജക്റ്റിനെ അടിവേരിളക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ജാതി സെൻസസ് എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ RSSന് മാത്രമല്ല ഹിന്ദുത്വ പ്രോജക്റ്റിന് മൊത്തത്തിൽ അവർ അങ്ങേയറ്റത്തെ ആശയക്കുഴപ്പത്തിലാണ് എന്നത് എഗൻ വെളിപ്പെടുത്തുന്നൊരു എഡിറ്റോറിയലാണ് വന്നിരിക്കുന്നത്.